ഹായ് ഫ്രണ്ട്സ്, പാഠപുസ്തകത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഖാദി ബോർഡ് LDയുടെ ആദ്യത്തെ സ്റ്റേജിൻ്റെ പ്രിലിംസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് നോക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ്റെ അധികാരിയായി 2022 നിയമിക്കപ്പെട്ട വ്യക്തി ആരാണ്? ISROയുടെ 2022 നിയമിക്കപ്പെട്ട ചെയർമാൻ ആരാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി എസ് സോമനാഥ്. സോമനാഥാണ് 2022 നിയമിതനായ ISROയുടെ അധികാരി. അടുത്ത ക്വസ്റ്റ്യൻ, വ്യാകരണവും കവിതയും പ്രതിപാദിക്കുന്ന 14-ാം നൂറ്റാണ്ടിലെ സംസ്കൃത ഗ്രന്ഥത്തിൻ്റെ പേര്? വ്യാകരണവും കവിതയും പ്രതിപാദിക്കുന്ന 14-ാം നൂറ്റാണ്ടിലെ സംസ്കൃത ഗ്രന്ഥത്തിൻ്റെ പേരെന്താണ്? ഓപ്ഷൻ എ ലീലാതിലകം. ലീലാതിലകമാണ് വ്യാകരണവും കവിതയും പ്രതിപാദിക്കുന്ന 14-ാം നൂറ്റാണ്ടിലെ സംസ്കൃത ഗ്രന്ഥത്തിൻ്റെ പേര്. അടുത്ത ക്വസ്റ്റ്യൻ, വ്യാപാര വിനിമയ തന്ത്രങ്ങൾ ഇവയിൽ ഏത് ഘടകവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു? വ്യാപാര വിനിമയ തന്ത്രങ്ങൾ ഇവയിൽ ഏത് ഘടകവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ആണ് വിപണനം. വിപണനവുമായി ബന്ധപ്പെട്ടാണ് വ്യാപാര വിനിമയ തന്ത്രങ്ങൾ നിൽക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ലോകത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത അണക്കെട്ട് ഏത് രാജ്യത്തിലാണ്? ലോകത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത അണക്കെട്ട് ഏത് രാജ്യത്തിലാണെന്നാണ് ചോദ്യം. ഏത് രാജ്യത്തിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ എ ചൈന. ചൈനയിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏതാണ് അടിസ്ഥാന ജീവിത സംരക്ഷണ ഘടകം? താഴെ പറയുന്നവയിൽ ഏതാണ് അടിസ്ഥാന ജീവിത സംരക്ഷണ ഘടകം? ഏതാണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ. പരിസ്ഥിതി. പരിസ്ഥിതി ഉണ്ടെങ്കിലല്ലേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ താഴെ പറയുന്നവയിൽ ഏതാണ് അടിസ്ഥാന ജീവിത സംരക്ഷണ ഘടകം? ഓപ്ഷൻ ബി പരിസ്ഥിതി. അടുത്ത ക്വസ്റ്റ്യൻ, 6 ലോകകപ്പ് കളിച്ച ആദ്യ വനിതാ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ ആരാണ്? 6 ലോകകപ്പ് കളിച്ച ആദ്യ വനിതാ ക്രിക്കറ്റ് ക്യാപ്റ്റൻ ആരാണ്? ഓപ്ഷൻ എ മിഥാലി രാജാണ് 6 ലോകകപ്പ് കളിച്ച ആദ്യ വനിതാ ക്രിക്കറ്റ് ക്യാപ്റ്റൻ. അടുത്ത ക്വസ്റ്റ്യൻ, 2021 ജ്ഞാനപീഠം അവാർഡ് ലഭിച്ചത് ആർക്കാണ്? 2021 ജ്ഞാനപീഠം ആർക്ക് ലഭിച്ചു? ആർക്കാണ് ലഭിച്ചത്? ഓപ്ഷൻ ബി ദാമോദർ മൗസോയ്ക്കാണ് ലഭിച്ചത്. ദാമോദർ മൗസോ. 2019 ആർക്ക് ലഭിച്ചു? അക്കിത്തം അച്യുതൻ നമ്പൂതിരി. അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്കാണ് 2019 ലഭിച്ചത്. അപ്പോൾ 2020 ആർക്ക് ലഭിച്ചു? നീൽമണി ഫുക്കൻ. 2020 നീൽമണി ഫുക്കൻ. 2021 ദാമോദർ മൗസോ. 2023 ആർക്ക് ലഭിച്ചു? രാം ഭദ്രാചാര്യ. രാം ഭദ്രാചാര്യയ്ക്കാണ് 2023 എന്ത് കിട്ടി? ജ്ഞാനപീഠം ലഭിച്ചത്. ആദ്യം ജ്ഞാനപീഠം ലഭിച്ചത് ആർക്കാ? ജി ശങ്കരക്കുറുപ്പിനാണ്. 1965 കേട്ടോ ജി ശങ്കരക്കുറുപ്പിന് ജ്ഞാനപീഠം ലഭിച്ചത്. അപ്പം ജ്ഞാനപീഠം 2021 ആർക്കാണ് ലഭിച്ചത്? ഓപ്ഷൻ ബി ദാമോദർ മൗസോ. 2019 അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്ക് ലഭിച്ചത്. അതിപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് കേട്ടോ. അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്ക് ഏത് വർഷമാണ്? 2019. 2020 ആർക്ക് ലഭിച്ചു? നീൽമണി ഫുക്കൻ. അടുത്ത ക്വസ്റ്റ്യൻ, എവിടെയാണ് 1857 കലാപം ആരംഭിച്ചത്? എവിടെയാണ് 1857 കലാപം ആരംഭിച്ചത്? എവിടെയാണ്? ഓപ്ഷൻ സി മീററ്റ്. മീററ്റിലാണ് കലാപം ആരംഭിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, എന്നാണ് ദേശീയ ശാസ്ത്ര ദിനം ആചരിക്കുന്നത്? ശാസ്ത്ര ദിനം ആചരിക്കുന്നത് എന്നാണ്? ഓപ്ഷൻ സി ഫെബ്രുവരി 28 ശാസ്ത്രദിനം ആചരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഏത് വർഷമാണ് അന്താരാഷ്ട്ര സമാധാനത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും വർഷമായി തുർക്ക്മെനിസ്ഥാനിൽ നടത്തിയ UN ജനറൽ അസംബ്ലി പ്രഖ്യാപിച്ചത്? അപ്പോൾ ഏത് വർഷമാണ് അന്താരാഷ്ട്ര സമാധാനത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും വർഷമായി തുർക്ക്മെനിസ്ഥാനിൽ നടത്തിയ UN ജനറൽ അസംബ്ലി പ്രഖ്യാപിച്ചത്? ഏത് വർഷമാണ്? ഓപ്ഷൻ സി ആണ് 2021. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? ശരിയല്ലാത്തത് ഏതാണെന്ന് നോക്കാം. ഓപ്ഷൻ ഡി ആണ് ശരിയല്ലാത്തത്. ഖൈബർ ചുരം ഇന്ത്യയിലെയും ഭൂട്ടാനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ഖൈബർ ചുരം എന്തിനൊക്കെ ബന്ധിപ്പിക്കുന്നതാണ്? പാകിസ്ഥാനെയും അഫ്ഗാനിസ്ഥാനെയും ബന്ധിപ്പിക്കുന്നതാണ് ഖൈബർ ചുരം. ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ശരിയായ സ്റ്റേറ്റ്മെൻ്റ് ഒന്ന് വായിക്കാം. ഇന്ത്യ ഏറ്റവും കൂടുതൽ ദൈർഘ്യമുള്ള കര അതിർത്തി പങ്കിടുന്നത് ബംഗ്ലാദേശുമായിട്ടാണ്. ശരിയാണ്. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ്,
ഗൾഫ് ഓഫ് മാന്നാറും പാക് കടലിടുക്കും ഇന്ത്യയും ശ്രീലങ്കയും വേർതിരിക്കുന്നു. അതും ശരിയാണ്. റാഡ്ക്ലിഫ് രേഖ ഇന്ത്യയും പാകിസ്ഥാനെയും തമ്മിൽ വേർതിരിക്കുന്നു. അപ്പോൾ ഈ 3 സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ് ഏതെന്നാണ് ചോദ്യം. ഖൈബർ ചുരം ഇന്ത്യയും ഭൂട്ടാനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ഖൈബർ ചുരം ഇന്ത്യയും ഭൂട്ടാനെയും തമ്മിലല്ല, പാകിസ്ഥാനെയും അഫ്ഗാനിസ്ഥാനെയും തമ്മിൽ വേർതിരിക്കാനാണ് ഖൈബർ ചുരം. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യയേക്കാൾ വിസ്തൃതിയുള്ള രാജ്യമാണ് ഓപ്ഷൻ സി ബ്രസീലാണ് ഇന്ത്യയേക്കാൾ വിസ്തൃതിയുള്ള രാജ്യം. ഇതിനകത്ത് പറയുന്നതാണ് കേട്ടോ. ഇന്ത്യക്ക് 7ാം സ്ഥാനമല്ലേ വലിപ്പത്തിൽ, ബ്രസീലിന് 5ാം സ്ഥാനമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏത്? ഇന്ത്യയുടെ ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ആനമുടിയുടെ ഉയരം 2695 മീറ്റർ ആണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഇന്ത്യയേക്കാൾ വിസ്തൃതിയുള്ള ഇന്ത്യയുടെ ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? ആനമുടിയുടെ ഉയരം 2695 മീറ്റർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ ശുദ്ധജല തടാകമല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ ഡി സാമ്പാർ തടാകമാണ് ഇതിൽ ശുദ്ധജല തടാകമല്ലാത്തത്. ബാക്കി 3ഉം ശുദ്ധജല തടാകമാണ്. ബുളാർ തടാകം, ലോക്താക് തടാകം, ദാൽ തടാകം ഇവയെല്ലാം ശുദ്ധജല തടാകങ്ങളാണ്. എന്നാൽ ശുദ്ധജല തടാകമല്ലാത്തത് ഓപ്ഷൻ ഡി സാമ്പാർ തടാകം ഒരു ലവണ തടാകമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, സർദാർ സരോവർ അണക്കെട്ട് ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ എ നർമ്മദ നദിയിലാണ് സർദാർ സരോവർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ജർമ്മനിയുടെ പങ്കാളിത്തത്തോടെ സ്ഥാപിതമായ ഇന്ത്യയിലെ ഇരുമ്പുരുക്ക് നിർമ്മാണശാല ഏത്? ജർമ്മനിയുടെ സഹായത്തോടെ വന്നത് ഏതാണ്? ഓപ്ഷൻ സി റൂർക്കേല ഇരുമ്പുരുക്കുശാല ഹെൽപ്പ് ചെയ്തത് ആരാണ്? ജർമ്മനി. ബൊക്കാറോ ആരാണ്? റഷ്യ. ഭിലായിയും റഷ്യയുടെ സഹായത്തോടു കൂടിയാണ്. ബൊക്കാറോയും ഭിലായിയും റഷ്യയുടെ സഹായത്തോടെയാണ് സ്ഥാപിച്ചത്. ദുർഗാപൂർ ബ്രിട്ടൻ്റെ സഹായത്തോടു കൂടിയാണ്. അപ്പോൾ ഇതിനകത്ത് ചോദിച്ചത് ജർമ്മനിയുടെ സഹായത്തോടെ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് നിർമ്മാണശാല ഓപ്ഷൻ സി റൂർക്കേലയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കോർബ കൽക്കരി പാടം ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു? കോർബ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഛത്തീസ്ഗഡിലാണ് കോർബ കൽക്കരി പാടം സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദേശീയ ജലപാത 2 ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? ദേശീയ ജലപാത 2 ഏതൊക്കെ സ്ഥലങ്ങളെ? സാദിയയെയും ധൂബ്രിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ദേശീയ ജലപാത 2. ബ്രഹ്മപുത്ര നദിയിലാണ് ദേശീയ ജലപാത 2 സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അലഹബാദ് ഹാൽദിയ ഏതാണ്? 1. ദേശീയ ജലപാത 1 ബന്ധിപ്പിക്കുന്നതാണ് അലഹബാദ് ഹാൽദിയ, ഗംഗാ നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. 3 ഏതാണ്? കൊല്ലം കോട്ടപ്പുറം, കേരളത്തിലൂടെ പാസ് ചെയ്യുന്ന ദേശീയ ജലപാതയാണ് ദേശീയ ജലപാത 3 കൊല്ലം കോട്ടപ്പുറം. 4 കാക്കിനാഡ പുതുച്ചേരി. ഓപ്ഷൻ ഡിയിൽ വരുന്ന കാക്കിനാഡ പുതുച്ചേരി ദേശീയ ജലപാത 4. അപ്പോൾ ഇതിനകത്ത് ചോദിക്കുന്നത് ദേശീയ ജലപാത 2 അത് സാദിയ ധൂബ്രിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, നാഷണൽ റിമോട്ട് സെൻസിംഗ് സെൻറ്ററിൻ്റെ ആസ്ഥാനം എവിടെയാണ്? നാഷണൽ റിമോട്ട് സെൻസിംഗ് സെൻറ്ററിൻ്റെ ആസ്ഥാനം ഓപ്ഷൻ എ ഹൈദരാബാദിലാണ് നാഷണൽ റിമോട്ട് സെൻസിംഗ് സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, നറോറ ആണവോർജ്ജ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? നറോറ ആണവോർജ്ജ നിലയം സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ ബി ഉത്തർപ്രദേശിലാണ് നറോറ ആണവോർജ്ജ നിലയം സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, നമ്മുടെ ദേശീയ ഗാനമായ ജനഗണമന ഏത് ഭാഷയിലാണ് രചിച്ചത്? ജനഗണമന ബംഗാളി ഭാഷയിലാണ് രചിച്ചത്. ഓപ്ഷൻ സി ആണ് ആൻസർ. നമ്മുടെ ദേശീയ ഗാനമായ ജനഗണമന ഏത് ഭാഷയിലാണ് രചിച്ചത്? ബംഗാളി ഭാഷ. ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഏത് കൃതിയിൽ നിന്നും എടുത്തതാണ്? ഏത് കൃതിയാണ്? ഓപ്ഷൻ ബി ആനന്ദമഠം എന്ന കൃതിയിൽ നിന്നാണ് വന്ദേ മാതരം എന്ന കൃതി എടുത്തത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ പൗരൻ്റെ മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റ് ഏതാണ്? അപ്പോൾ മൗലികാവകാശങ്ങളെ സംരക്ഷിക്കുന്നത് ഭരണഘടനയാണ്. മൗലികാവകാശങ്ങളിൽ മാറ്റം വരുത്തുവാൻ ഭരണഘടനാ ഭേദഗതിയിലൂടെ മാത്രമേ സാധിക്കുന്നുള്ളൂ. ഗവൺമെൻറ്റിൻ്റെ ഒരു ഘടകവും മൗലികാവകാശങ്ങൾ ലംഘിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ പാടുള്ളതല്ല. മൗലികാവകാശങ്ങൾ ന്യായവാദമാർഹമല്ല. അപ്പോൾ ഇതിനേതാണ് തെറ്റായ പ്രസ്താവന? ഓപ്ഷൻ ഡി ആണ്. മൗലികാവകാശങ്ങൾ ന്യായവാദാർഹമല്ല എന്നല്ല, ന്യായവാദാർഹമാണ് എന്നുള്ളതാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ബാക്കി 3 സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്.
മൗലികാവകാശങ്ങളെ സംരക്ഷിക്കുന്നത് ആരാണ്? ഭരണഘടനയാണ്. മൗലികാവകാശങ്ങളിൽ മാറ്റം വരുത്തുവാൻ ഭരണഘടനാ ഭേദഗതിയിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. ഗവൺമെൻറ്റിൻ്റെ ഒരു ഘടകവും മൗലികാവകാശങ്ങൾ ലംഘിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ പാടുള്ളതല്ല. അപ്പോൾ ഈ 3 സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. തെറ്റായ സ്റ്റേറ്റ്മെൻറ്റാണ് ചോദിച്ചേക്കുന്നത്. ഡി ആണ്. മൗലികാവകാശങ്ങൾ ന്യായവാദത്തിന് അർഹമല്ല എന്നുള്ളത് തെറ്റായ സ്റ്റേറ്റ്മെൻറ്റാണ്. എന്നാൽ ശരിയാക്കുമ്പോൾ എങ്ങനെയാണ്? മൗലികാവകാശങ്ങൾ ന്യായവാദത്തിന് അർഹമാണ് എന്നാണ് പറയേണ്ടിയിരുന്നത്. പക്ഷേ മൗലികാവകാശങ്ങൾ ന്യായവാദത്തിന് അർഹമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം. ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം എന്താണ്? 2005 ഒക്ടോബർ 12-നാണ് വിവരാവകാശ നിയമം നിലവിൽ വന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാൻ ആരാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാനാണ് ജസ്റ്റിസ് രംഗനാഥ മിശ്ര. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഇപ്പോഴത്തെ ചെയർമാനോ? അരുൺകുമാർ മിശ്ര. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കടമകൾ ഏത് രാജ്യത്തെ ഭരണഘടനയിൽ നിന്നും എടുത്തതാണ്? മൗലിക കടമകൾ ഏത് രാജ്യത്തെ ഭരണഘടനയിൽ നിന്നാണ്? ഓപ്ഷൻ സി സോവിയറ്റ് യൂണിയൻ ആണ് ആൻസർ. സോവിയറ്റ് യൂണിയൻ ഭരണഘടനയിൽ നിന്നാണ് മൗലിക കടമകൾ കടം കൊണ്ടിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ഓപ്ഷൻ എ ആർട്ടിക്കിൾ 32. എന്താണ്? ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം. ആർട്ടിക്കിൾ 32 ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവും ഹൃദയവും എന്ന് വിശേഷിപ്പിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ദേശീയ മുദ്രയിൽ ഉൾപ്പെട്ടിട്ടുള്ള മൃഗങ്ങൾ ഏതെല്ലാം? ഏതെല്ലാം മൃഗങ്ങളാണ് ദേശീയ മുദ്രയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്? ആന, കാള, സിംഹം, കുതിര. ആന, കാള, സിംഹം, കുതിര. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, കൂട്ടത്തിൽ ഉൾപ്പെടാത്തത് ഏതാണ്? സ്വത്തവകാശം. ഓപ്ഷൻ സി അല്ലേ ആൻസർ. സ്വത്തവകാശം ഇപ്പോൾ മൗലികാവകാശമല്ല, അതുകൊണ്ട് അത് കൂട്ടത്തിൽ ഉൾപ്പെടുന്നില്ല. അടുത്ത ക്വസ്റ്റ്യൻ, ത്രിവർണ്ണ പതാകയെ ഇന്ത്യയുടെ ദേശീയ പതാകയായി ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത്? 1947 ജൂലൈ 22-നാണ് ത്രിവർണ്ണ പതാകയെ ഇന്ത്യയുടെ ദേശീയ പതാകയായി ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം. രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം ഏതാണ്? ഓപ്ഷൻ ഡി ആണ് സംബാദ് കൗമുദി. സംബാദ് കൗമുദി എന്ന പത്രമാണ് രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം. ഓപ്ഷൻ ഡി. അടുത്ത ക്വസ്റ്റ്യൻ, 1907 ജർമ്മനിയിലെ സ്റ്റട്ട്ഗർട്ടിൽ വെച്ച് ഇൻ്റർനാഷണലിൻ്റെ സമ്മേളനത്തിൽ ത്രിവർണ്ണ പതാക ഉയർത്തിയ ഇന്ത്യൻ വനിത ആരാണ്? മാഡം പിക്കാജി ഗാമ. ഓപ്ഷൻ ബി ആണ് ആൻസർ. മാഡം പിക്കാജി ഗാമയാണ് 1907 ജർമ്മനിയിലെ സ്റ്റട്ട്ഗർട്ടിൽ വെച്ച് ഇൻ്റർനാഷണലിൻ്റെ സമ്മേളനത്തിൽ ത്രിവർണ്ണ പതാക ഉയർത്തിയ ഇന്ത്യൻ വനിത ആരാണ്? ഓപ്ഷൻ ബി മാഡം പിക്കാജി ഗാമ. അടുത്ത ക്വസ്റ്റ്യൻ, പ്രത്യക്ഷരക്ഷാ ദൈവസഭ എന്ന സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ. പ്രത്യക്ഷരക്ഷാ ദൈവസഭ സ്ഥാപിച്ചത് ആരാണ്? കുമാരഗുരുദേവൻ അഥവാ പൊയ്കയിൽ യോഹന്നാൻ കുമാരഗുരുദേവൻ എന്നൊക്കെ അറിയപ്പെടുന്ന ഓപ്ഷൻ എ ആണ് ആൻസർ. കുമാരഗുരുദേവനാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ദാരിദ്ര്യത്തിനുള്ള കാരണം ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചോർച്ചയാണെന്ന് ചോർച്ചാ സിദ്ധാന്തത്തിലൂടെ സമർപ്പിച്ച ഇന്ത്യൻ സാമ്പത്തിക വിദഗ്ധൻ ആരാണ്? ഓപ്ഷൻ എ ദാദാഭായ് നവറോജി. അപ്പോൾ ചോർച്ചാ സിദ്ധാന്തം ആരുടെ സിദ്ധാന്തമാണ്? ദാദാഭായ് നവറോജിയുടെ. അദ്ദേഹം അതിലൂടെ എന്താണ് പുറത്തു കൊണ്ടുവന്നത്? ഇന്ത്യയുടെ ദാരിദ്ര്യത്തിനുള്ള കാരണം ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചോർച്ചയാണ് എന്ന് പറയുന്നത് ഏത് സിദ്ധാന്തം? ചോർച്ചാ സിദ്ധാന്തമാണ്. അതാര് കൊണ്ടുവന്നു? ദാദാഭായ് നവറോജി. ഓപ്ഷൻ എ ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ ഗവർണർ ജനറൽ. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ ഗവർണർ ജനറൽ ആരായിരുന്നു? മൗണ്ട് ബാറ്റൻ പ്രഭു ആയിരുന്നു സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ഗവർണർ ജനറൽ. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല. കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല? ഓപ്ഷൻ ബി തിരുവിതാംകൂർ സർവകലാശാലയാണ് കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല. അടുത്ത ക്വസ്റ്റ്യൻ, കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? കെ കേളപ്പൻ. ഓപ്ഷൻ എ ആണ് ആൻസർ. കേരള ഗാന്ധി കെ കേളപ്പൻ. അടുത്ത ക്വസ്റ്റ്യൻ, വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം എന്നീ കൃതികളുടെ രചയിതാവായ സാമൂഹ്യ പരിഷ്കർത്താവ്. വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം എന്നീ കൃതികൾ എഴുതിയത് ആരാണ്? ഓപ്ഷൻ സി ചട്ടമ്പി സ്വാമികളാണ് വേദാധികാര നിരൂപണം. വേറെ ഏതാ? പ്രാചീന മലയാളം. ഈ 2 കൃതികൾ എഴുതിയത് ആരാണ്? ചട്ടമ്പി സ്വാമികൾ. അടുത്ത ക്വസ്റ്റ്യൻ, സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരമുള്ള കേരളത്തിൻ്റെ ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെയുള്ള ഭൂപ്രകൃതി വിഭാഗം. ഓപ്ഷൻ ബി ഇടനാടാണ്.
ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? ശാസ്താംകോട്ട തടാകം. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ശാസ്താംകോട്ട തടാകമാണ് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം. അടുത്ത ക്വസ്റ്റ്യൻ, ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന കായൽ. ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന കായൽ ഏതാണ്? ഓപ്ഷൻ എ വേമ്പനാടു കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ കായലാണ് വേമ്പനാടു കായൽ. ഏതൊക്കെ ജില്ലകളിലായി? ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ റെയിൽവേ ഇല്ലാത്ത ജില്ല ഏതാണ്? റെയിൽവേ ഇല്ലാത്തത് പത്തനംതിട്ടയിലോ വയനാട് ജില്ലയിലാണ് റെയിൽവേ ഇല്ലാത്തത്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. വയനാട് ജില്ലയിൽ റെയിൽവേ ഇല്ല. അടുത്ത ക്വസ്റ്റ്യൻ, ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മസ്ഥലം. ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മസ്ഥലമാണ് ഓപ്ഷൻ ബി ചെമ്പഴന്തി. ചെമ്പഴന്തിയിലാണ് ശ്രീനാരായണ ഗുരു ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ വീട്ടുപേരെന്താ? വയൽവാരം വീട്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ദേശീയ ജലപാത. നേരത്തെ നമ്മൾ പറഞ്ഞതാണ്. കേരളത്തിലെ ദേശീയ ജലപാത ഏതാണ്? നാഷണൽ വാട്ടർവേ 3 കൊല്ലം കോട്ടപ്പുറം. അടുത്ത ക്വസ്റ്റ്യൻ, 1817 പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരി. പ്രൈമറി എഡ്യൂക്കേഷൻ സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ്? ഗൗരി പാർവതി ബായി. ഓപ്ഷൻ ബി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, വൈക്കം സത്യാഗ്രഹ സമരത്തോട് അനുഭവം പ്രകടിപ്പിച്ചുകൊണ്ട് സവർണജാഥ സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്. സവർണജാഥ ഓപ്ഷൻ സി മന്നത്ത് പത്മനാഭനാണ് നയിച്ചത്. ഏത് സമരത്തോടനുബന്ധിച്ചിട്ടാണ്? വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച്. അടുത്ത ക്വസ്റ്റ്യൻ, ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന അവസാനത്തെ ബഹുജന സമരം. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന അവസാന ബഹുജന സമരമാണ് ക്വിറ്റ് ഇന്ത്യ സമരം. ആദ്യ സമരമാണ് ചമ്പാരൻ സത്യാഗ്രഹം. അവസാനത്തെ സമരം ഏതാണ്? ക്വിറ്റ് ഇന്ത്യ സമരം. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനം നടന്നത് എവിടെ വെച്ചാണ്? ലാഹോറിൽ വെച്ചാണ് പൂർണ്ണ സ്വരാജ് പ്രമേയം പ്രഖ്യാപിച്ച INC സമ്മേളനം. ലാഹോർ. ഓപ്ഷൻ എ ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ലോകമാന്യ എന്ന് ജനങ്ങൾ ആദരവോടെ വിളിച്ച സ്വാതന്ത്ര്യ സമര സേനാനി. ലോകമാന്യ എന്ന് വിചാരിച്ച ആരെയാണ്? ഓപ്ഷൻ ഡി ബാലഗംഗാധര തിലകിനെയാണ് ലോകമാന്യ എന്ന് വിശേഷിപ്പിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, സ്വതന്ത്ര ഭാരത സർക്കാർ ആദ്യമായി നിയമിച്ച ഉന്നത വിദ്യാഭ്യാസ കമ്മീഷൻ. സ്വതന്ത്ര ഭാരത സർക്കാർ ആദ്യമായി നിയമിച്ച ഉന്നത വിദ്യാഭ്യാസ കമ്മീഷൻ ഏതാണ്? ഡോക്ടർ എസ് രാധാകൃഷ്ണ കമ്മീഷനാണ് സ്വതന്ത്ര ഭാരത സർക്കാർ ആദ്യമായി നിയമിച്ച ഉന്നത വിദ്യാഭ്യാസ കമ്മീഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിൽ ആദ്യ പൊതു തെരഞ്ഞെടുപ്പ് നടന്ന വർഷം. കേരളത്തിൽ ആദ്യമായി പൊതു തെരഞ്ഞെടുപ്പ് നടന്ന വർഷം ഏതാണ്? ഓപ്ഷൻ ബി 1957. 56 കേരളം രൂപീകരിച്ചു. 57 ആദ്യ പൊതു തെരഞ്ഞെടുപ്പ് നടന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ. ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ്? സർദാർ അല്ലല്ലോ, ജസ്റ്റിസ് ഫസൽ അലി കമ്മീഷൻ എന്നല്ലേ പറയുന്നത് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ? ജസ്റ്റിസ് ഫസൽ അലി. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഒന്നാം സ്വാതന്ത്ര്യ സമരം ആദ്യമായി ആരംഭിച്ച സ്ഥലം. ഒന്നാം സ്വാതന്ത്ര്യ സമരം ആദ്യമായി ആരംഭിച്ച സ്ഥലം ഏതാണ്? ഓപ്ഷൻ സി മീററ്റിലാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം ആദ്യമായി ആരംഭിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിൻ്റെ ദേശീയ ഉത്സവം. കേരളത്തിൻ്റെ ദേശീയ ഉത്സവം ഏതാണ്? ഓപ്ഷൻ ബി ഓണമാണ് കേരളത്തിൻ്റെ ദേശീയ ഉത്സവം. അടുത്ത ക്വസ്റ്റ്യൻ, വടക്ക് കിഴക്കൻ മൺസൂൺ മഴക്കാലം കേരളത്തിൽ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? വടക്കു കിഴക്കൻ മൺസൂൺ ഏത് പേരിലാണ് കേരളത്തിൽ അറിയപ്പെടുന്നത്? ഓപ്ഷൻ സി തുലാവർഷമാണ് വടക്കു കിഴക്കൻ മൺസൂൺ. അടുത്ത ക്വസ്റ്റ്യൻ, വരിക സഹചരെ വലിയ സഹന സമരമായി. ഈ സ്വാതന്ത്ര്യ സമര ഗാനത്തിൻ്റെ രചയിതാവ് ആരാണ്? അപ്പോൾ വരിക സഹചരെ എന്ന ഗാനം എഴുതിയത് ആരാണ്? ഓപ്ഷൻ ബി അംശി നാരായണപിള്ള. ഓപ്ഷൻ ബി ആണ് ആൻസർ. അംശി നാരായണപിള്ള. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ലയാണ് ഓപ്ഷൻ ബി ആലപ്പുഴയാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല. അടുത്ത ക്വസ്റ്റ്യൻ, തിരുവിതാംകൂറിലെ മുഖ്യ നിരത്തുകളിലൂടെ വില്ലുവണ്ടിയിൽ സഞ്ചരിച്ച് ചരിത്രം സൃഷ്ടിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്. തിരുവിതാംകൂറിലെ മുഖ്യ നിരത്തുകളിലൂടെ വില്ലുവണ്ടിയിൽ സഞ്ചരിച്ച് ചരിത്രം സൃഷ്ടിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? അയ്യങ്കാളി. ഓപ്ഷൻ എ ആണ് ആൻസർ. അയ്യങ്കാളിയാണ് വില്ലുവണ്ടി സമരം നയിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത നിർമ്മിച്ച വർഷം. കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത 1861 വന്നത്. 1861 കേരളത്തിലെ ആദ്യ റെയിൽപാത നിർമ്മിച്ച വർഷം. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹം നടത്തിൻ്റെ വേദി.
കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹം നടന്നതിൻ്റെ പ്രധാന വേദി എവിടെയാണ്? ഓപ്ഷൻ ഡി പയ്യന്നൂർ. പയ്യന്നൂരിലാണ് ഉപ്പു സത്യാഗ്രഹം നടന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ തിരഞ്ഞെടുക്കുക. വായുവിലൂടെ പകരുന്നത് ഏതൊക്കെയാണ്? ക്ഷയം, ചിക്കൻ പോക്സ്. ക്ഷയവും ചിക്കൻ പോക്സുമാണ് വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ. ഓപ്ഷൻ ബി ആണ് 1ഉം 3ഉം. അടുത്ത ക്വസ്റ്റ്യൻ, ആഹാരവസ്തുക്കൾ കടിച്ചു കീറാൻ സഹായിക്കുന്ന പല്ല് ഏതാണ്? ആഹാരവസ്തുക്കൾ കടിച്ചു കീറാൻ സഹായിക്കുന്ന പല്ല് ഏതാണ്? കോമ്പല്ല്. കോമ്പല്ല് ഉപയോഗിച്ചാണ് ആഹാരവസ്തുക്കൾ കടിച്ചു കീറുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ലിംഗാധിഷ്ഠിത അക്രമ ഓർ സാമൂഹിക ദുരുപയോഗത്തിന് ഇരയായവർക്കുള്ള മെഡിക്കൽ പരിചരണം എന്ന വിഷയത്തിൽ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ്? അപ്പോൾ ലിംഗാധിഷ്ഠിത അക്രമ ഓർ സാമൂഹിക ദുരുപയോഗത്തിന് ഇരയായവർക്കുള്ള മെഡിക്കൽ പരിചരണം എന്ന വിഷയത്തിൽ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി എന്ത് പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻ എ ഭൂമിക. ഭൂമികയാണ് പദ്ധതി. അടുത്ത ക്വസ്റ്റ്യൻ, സ്കർവി ഏത് വൈറ്റമിനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സ്കർവി ഏത് വൈറ്റമിൻ? വൈറ്റമിൻ സി ആണ് സ്കർവി. അടുത്ത ക്വസ്റ്റ്യൻ, രക്തത്തിലെ ദ്രാവക ഭാഗം ഏത് പേരിൽ അറിയപ്പെടുന്നു? രക്തത്തിലെ ദ്രാവക ഭാഗം ഏതാണ്? ഓപ്ഷൻ ഡി പ്ലാസ്മ. പ്ലാസ്മയാണ് രക്തത്തിലെ ദ്രാവക ഭാഗം. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ നെല്ലിൻ്റെ സങ്കര ഇനങ്ങളല്ലാത്തത് ഏത്? സങ്കര ഇനങ്ങളല്ലാത്തതാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ 2ഉം 4ഉം നെല്ലിൻ്റെ സങ്കര ഇനങ്ങളല്ല. അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ. അപ്പോൾ 1ഉം 3ഉം പവിത്രയും ഹ്രസ്വയും നെല്ലിൻ്റെ സങ്കര ഇനങ്ങളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഇലകൾക്ക് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണകം ഏതാണ്? ഇലകൾക്ക് ചുവപ്പ് നിറം നൽകുന്നത് ആന്തോസയാനിൻ. ഓപ്ഷൻ സി ആണ് ആൻസർ. ആന്തോസയാനിനാണ് ഇലകൾക്ക് ചുവപ്പ് നിറം നൽകുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, എണ്ണ മലിനീകരണം തടയാൻ കഴിവുള്ള സൂപ്പർ ബഗ്ഗുകൾ എന്ന ജനിതകമാറ്റം വരുത്തിയ ബാക്ടീരിയയെ വികസിപ്പിച്ച ഇന്ത്യൻ വംശജനായ ശാസ്ത്രജ്ഞൻ. അപ്പോൾ സൂപ്പർ ബഗ്ഗിനെ വികസിപ്പിച്ചത് ആരാണ്? ഓപ്ഷൻ ബി ആനന്ദമോഹൻ ചക്രവർത്തി. ആനന്ദമോഹൻ ചക്രവർത്തിയാണ് എണ്ണ മലിനീകരണം തടയാൻ കഴിവുള്ള സൂപ്പർ ബഗ്ഗുകൾ എന്ന ബാക്ടീരിയയെ വികസിപ്പിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡ്. അടുത്ത ക്വസ്റ്റ്യൻ, സൈലന്റ് വാലി വന്യജീവി സങ്കേതം ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കപ്പെട്ട വർഷമാണ് 1984. 1984 സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ഐസോടോപ്പുകളുടെ ജോഡി കണ്ടെത്തുക. ഇതിനകത്ത് ഐസോടോപ്പ് വരുന്നത് ഏതാണ്? കാർബൺ 12ഉം കാർബൺ 14ഉമാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, അപദ്രവ്യങ്ങൾക്ക് ഐരിനേക്കാൾ സാന്ദ്രത കുറവാണെങ്കിൽ പ്രയോജനപ്പെടുത്തുന്ന സാന്ദ്രണ മാർഗം ഏതാണ്? ഐരിനേക്കാൾ സാന്ദ്രത കുറവാണ് അപദ്രവ്യങ്ങൾക്ക് എങ്കിൽ ഏത് സാന്ദ്രണ മാർഗമാണ് ഉപയോഗിക്കുന്നത്? ഓപ്ഷൻ ഡി ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കൽ. അടുത്ത ക്വസ്റ്റ്യൻ, റെയർ എർത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന മൂലകങ്ങൾ ഏവ? റെയർ എർത്ത് എന്നറിയപ്പെടുന്നത് ഏതൊക്കെ മൂലകങ്ങളാണ്? ഓപ്ഷൻ ബി ലാൻതനൈഡുകളാണ് റെയർ എർത്ത് എന്നറിയപ്പെടുന്നത്. ലാൻതനൈഡുകളാണ് റെയർ എർത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന മൂലകങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ, ഖനജലത്തിൻ്റെ രാസസൂത്രം ഏതാണ്? ഖനജലത്തിൻ്റെ രാസസൂത്രം ഏതാണ്? D2O. ഓപ്ഷൻ സി ആണ് ആൻസർ. D2O ഡ്യൂട്ടീരിയം ഡയോക്സൈഡ്. ഡ്യൂട്ടീരിയം ഓക്സൈഡ് ആണ്. ഓപ്ഷൻ സി D2O ആണ് ഖനജലത്തിൻ്റെ രാസസൂത്രം. അടുത്ത ക്വസ്റ്റ്യൻ, ക്ലോറോംഫെനിക്കോൾ എന്ന ഔഷധം താഴെ കൊടുത്തിരിക്കുന്ന ഏത് വിഭാഗത്തിൽ പെടുന്നു? ക്ലോറോംഫെനിക്കോൾ ഏത് വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത്? ഓപ്ഷൻ ബി ആൻറ്റിബയോട്ടിക് ആണ് ക്ലോറോഫെനിക്കോൾ. അടുത്ത ക്വസ്റ്റ്യൻ, തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപം പ്രസരണം ചെയ്യപ്പെടുന്ന രീതിയെ എന്ത് പറയുന്നു? തന്മാത്രയുടെ താപമാറ്റം മുഖേന താപം പ്രസരണം ചെയ്യുന്ന രീതി ഏതാണ്? ഓപ്ഷൻ ബി സംവഹനം. ഓപ്ഷൻ ബി സംവഹനമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ പാരമ്പര്യ ഊർജ്ജ സ്രോതസ് ഏതാണ്? പാരമ്പര്യ ഊർജ്ജ സ്രോതസ് ഏതാണ്? ഓപ്ഷൻ സി മണ്ണെണ്ണ. മണ്ണെണ്ണയാണ് പാരമ്പര്യ ഊർജ്ജ സ്രോതസ്. ബാക്കി 3ഉം പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളാണ്. കാറ്റ്, തിരമാല, സൗരോർജ്ജം ഇവയൊക്കെ പുനഃസ്ഥാപിക്കാൻ കഴിയുന്നതാണ്. അതുകൊണ്ടാണ് അവ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ് എന്നും. പാരമ്പര്യ ഊർജ്ജ സ്രോതസ് ഓപ്ഷൻ സി മണ്ണെണ്ണയാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ചൊവ്വ ദൗത്യം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഇന്ത്യയുടെ ചൊവ്വ ദൗത്യം അറിയപ്പെടുന്നത് എന്താണ്? ഓപ്ഷൻ ഡി മംഗൾയാൻ. മംഗൾയാൻ എന്നാണ് ചൊവ്വ ദൗത്യം അറിയപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് വ്യത്യസ്തമായ മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നു. ഈ പ്രതിഭാസത്തിന് പറയുന്ന പേരെന്താണ്? ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രകാശം സഞ്ചരിക്കുമ്പോൾ അതിൻ്റെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നു. ഇതാണ് ഓപ്ഷൻ എ അപവർത്തനം. അപവർത്തനമാണിത്. അടുത്ത ക്വസ്റ്റ്യൻ,
ഒരു വസ്തുവിൻ്റെ സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനത്തെ എന്ത് പറയുന്നു? ഒരു വസ്തുവിൻ്റെ സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനമാണ് ഭ്രമണം. ഭ്രമണമാണ് ഒരു വസ്തുവിൻ്റെ സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനം. അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. താങ്ക്